തക്ക തുണ, വുമൺ എ ഹെൽപ്പ് മീറ്റ്, പാർട്ട് 3. 1, 2 കഴിഞ്ഞ ദിവസങ്ങളിലെടുത്തു. ദൈവത്തിൻ്റെ നിശ്ചയം എന്താണ് സ്ത്രീകളെക്കുറിച്ചെന്നുള്ളത് പറഞ്ഞു. ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി 24 അബ്രഹാം തൻ്റെ സന്തതിയെ ഇസഹാക്കിന് വേണ്ടി ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാനായിട്ട് അവൻ്റെ ഗോത്രത്തിൽ നിന്നുമുള്ളത് ചാർച്ചക്കാരായിട്ട് ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഏലിയാസർ എന്ന് പറഞ്ഞ കാര്യസ്ഥൻ പോയിട്ട് റിബേക്കായെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ റിബേക്കായെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഏലിയാസർ കാര്യസ്ഥൻ ചെന്നിട്ട് അബ്രഹാമിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ സന്ധ്യയായ ഇസഹാക്കിനെക്കുറിച്ചും ഒത്തിരി പുകഴ്ത്തി അങ്ങ് പറയുകയാണ്. പുകഴ്ത്തുന്നത് എന്തുവാ? എല്ലാം ദൈവം ചെയ്ത കാര്യമാണ് പുകഴ്ത്തി പറയുന്നത്. നമ്മൾ ഈ കാലത്ത് ആണെങ്കിൽ നമ്മൾ പുകഴ്ച പറയുകയാണെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തി പറയും. അവിടെ എല്ലാം അത് കേട്ടപ്പം റിബേക്കായുടെ ഹൃദയത്തിൽ അധിക സന്തോഷമുണ്ടായിട്ട് ഏലിയാസർ പറഞ്ഞു, ഞാനെന്നാ യാത്ര തിരിച്ചു പൊക്കോട്ടെ എന്ന് പറയുമ്പം, അവൾക്ക് ഇഷ്ടമായാലും അവളെ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പം സഹോദരനായ ലാബാൻ പറയുകയാണ്, അല്ല, അവൾ 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന്. അപ്പോൾ ഏലിയാസർ പറയുന്നു, ഈ ഒരിക്കലും അത് സാധിക്കത്തില്ല, അങ്ങനെ ചെയ്യരുതേ, എൻ്റെ യാത്ര സഫലമായതല്ലേ, ഞാൻ തിരിച്ചു പോകുമ്പം ഈ റിബേക്കായെ കൂടെ കൊണ്ടുപോകണം, അതാണ് ഉടമ്പടി. അങ്ങനെ അവർ അവർ പറയുന്നു, എന്നാൽ മകളോട് ചോദിക്കട്ടെ. അങ്ങനെ റിബേക്കായോട് ചോദിക്കുമ്പോൾ റിബേക്ക പറയുന്നു, ഞാൻ പോകാമെന്ന് പറയുന്നു. ആത്മാവിൻ്റെ ഒരു ദർശനം അവിടെ നമ്മൾ കാണേണ്ടത്. ദൈവം ഒരുക്കുന്നതിൻ്റെ ആ ഒഴുക്ക് എന്തോ ഒരു മനോഹരം. അതൊക്കെ സത്യമായ ഈ ജീവിതത്തിൽ ദൈവം തരുന്ന വഴിയിൽ കൂടെ പോകുന്ന ഭാഗ്യപദവി. എല്ലാവർക്കും കുഴി വീഴാതെ രക്ഷപ്പെടാനൊക്കെ എന്തൊരു നല്ല ഭാഗ്യജീവിതമാണ്. പക്ഷെ പലരും കുഴി വീഴും. കാരണം നമ്മുടെ ജഡം നിൽക്കുന്നിടത്തോളം കാലം ദൈവം ചെയ്യുന്ന ഏറ്റവും നന്മയായത് നമ്മൾ കണ്ടുപിടിക്കത്തില്ല. പിന്നെ ലാസ്റ്റിലെ കനാൻ ദേശം കാണിച്ചതുപോലെ എല്ലാം നമ്മുടെ സ്വയ കഴിവെല്ലാം തീർന്നു കഴിയുമ്പം കർത്താവ് സ്നേഹത്തിൽ അവൻ്റെ കനാൻ ദേശം നമ്മളെ കാണിച്ചു തരുന്നു. എന്നാൽ എന്നേക്കുമായിട്ടുള്ള കനാൻ ദേശം നമ്മുടേത് സ്വർഗമാണ്. നമ്മൾ പ്രവാസികളാണ് ഈ ഭൂമിയിൽ. എന്ന് ഇവിടെ നിലനിൽക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അങ്ങനെ റിബേക്കായെ കിട്ടി. റിബേക്കയുടെ ഈ 24 അവസാനം ഇങ്ങനെയാണ് വായിക്കുന്നത്. വൈകുന്നേരത്തെ 24:63 വൈകുന്നേരത്തെ ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയി. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നുണ്ട്. റിബേക്ക തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചു. എൻ്റെ യജമാനൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസഹാക്ക് തന്നെത്താനെ ധ്യാനിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു. ദൈവത്തെ വിളിക്കുന്നത്. അബ്രഹാമിൻ്റെ സന്തതിയാകുന്ന ഇസഹാക്കിന് ദൈവവുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഏലിയാസറും റിബേക്കയും കൂടെ കടന്നു വരുമ്പോൾ ദൂരെ നിന്ന് ഇസഹാക്കിനെ കണ്ടിട്ട് റിബേക്ക ചോദിക്കുന്ന ആരാണ്? അപ്പോൾ ഏലിയാസറിന് എൻ്റെ യജമാനനാണെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ നമ്മളെക്കുറിച്ച് പറയാമെങ്കിൽ നമുക്കറിയാതെ അവരോടൊരു ബഹുമാനം തോന്നത്തില്ല. അല്ല, ഇങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും എത്ര പേര് യേശുവിനെ കണ്ടുപോയേനെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സൗദി അറേബ്യയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കൂടെ ഒരു എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസിയൊന്നുമല്ല. അവരമ്മയുടെ കൂടെ വന്ന് താമസിച്ചു. അവരുടെ വല്യമ്മയും കൂടെ വന്ന് നിൽക്കുകയാണ് എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അവിടെ അമ്മയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് അവർ താമസിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാനും ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ ആ കുട്ടിക്ക് ഒരു വ്യത്യാസം. അവർ വിളിക്കുന്ന ദൈവത്തെ പോലെ അല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവവുമായിട്ടുള്ളൊരു ഉറ്റ ബന്ധം. ആ ഒരു ബന്ധം ക്രിസ്തു നമുക്ക് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് ആ ഒരു പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല. എന്നും പ്രാർത്ഥിക്കുന്നവർ നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എത്രമാത്രം വലുതാണെന്ന്. ദൈവം നമ്മുടെ പിതാവും ദൈവത്തിൻ്റെ മക്കളുമാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അപ്പനും അമ്മയും ഓടിച്ചെന്നിട്ട് അയ്യോ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും. ഈ അപ്പനും അമ്മയും ഒത്തിരി സ്നേഹം കാണിച്ചിട്ട് ദിവസം പ്രതി വിളിച്ച് 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ചേരാൻ അവരെ അനുവദിക്കത്തില്ല. എന്നിട്ട് അവസാനം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ വിളിച്ചുകൊണ്ടും പോരും. അത് ശരിയല്ല. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ കാണും. പക്ഷെ ബേസിക്കലി ദേ നീഡ് ടു ബി ക്ലീവിങ്. അതായത് അപ്പനെ അമ്മയും വിട്ട് ആഴ്ചയിലൊരിക്കൽ വിളിക്കണം.
വല്ലപ്പോഴും ഒന്ന് വിളിക്കണം. എപ്പോഴും വിളിച്ച് അവരവിടെ ചേരാൻ വയ്യാത്തവണ്ണം എന്നും വിളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പം പെൺമക്കൾ തിരിച്ചങ്ങ് പോകും. അത് ദാറ്റ് വി ഹാവ് ടു, അതിന് സോൾട്ടായി എന്നാണ് ഞാനീ പറയുന്നത്. നമ്മൾ ഈ മാറ്റാൻ വയ്യാത്ത പോലെ അമ്മമാരങ്ങ് പെൺമക്കളെയും ആമക്കളെയും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം കുടുംബം ഒരിക്കലും ശരിയാകത്തില്ല. ആ ഒരു ശാപം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകണം. നമ്മളെ ഏൽപ്പിച്ച മക്കളെന്നേ ഉള്ളൂ. ഈ മോശയുടെ കാര്യത്തിൽ മോശ 3 മാസമായപ്പം വെള്ളത്തിനകത്ത് മോശയുടെ അമ്മയ്ക്ക് ഇടേണ്ടി വന്നു. പക്ഷേ അവളത് അനുസരിച്ചതിനാൽ ഫറവോൻ്റെ സിസ്റ്റർ ഈ മകനെ ഈ മോശയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത്, അതുകൊണ്ടാണ് മോസസ് മീൻസ് പുൾഡ് ഔട്ട് ഫ്രം വാട്ടർ, എടുത്തിട്ട് ദൈവം തമ്പുരാൻ അവരുടെ അനുസരണം മൂലം മോശയ്ക്ക് സ്വന്തം അമ്മയെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് പാലൂട്ടി വളർത്തുവാൻ. അപ്പോൾ കൊട്ടാരത്തിലാണെങ്കിലും വളർത്തിയത് സ്വന്തം അമ്മ തന്നെയാണ്. അതുകൊണ്ട് അവന് ഈജിപ്ഷ്യൻ കൾച്ചറിലാണെങ്കിലും അവൻ്റെ റൂട്ട് എന്താണെന്ന് അവൻ എപ്പോഴും ഓർത്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിൽ മോശ ഇട്ട് കഴിഞ്ഞ നിമിഷം തൊട്ട് മോശയുടെ അമ്മ ദൈവമായി മാറുകയാണ്. മോശയുടെ അമ്മയെന്ന് പറയുന്നത് അമ്മയ്ക്കൊരു പ്രസക്തിയില്ല. ഇപ്പോൾ അമ്മയെന്ന് ചോദിച്ചാൽ ഫറവോൻ്റെ സിസ്റ്ററാണ് അമ്മ. എന്നെ ഒരു വെപ്പാട്ടിയെ പോലെ ഒരു സ്ത്രീയെ വെച്ച് നോക്കിക്കുന്നതേ ഉള്ളൂ. അതല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ ഓരോരുത്തരും നമ്മളെ ദൈവം ഏൽപ്പിച്ച മക്കളാണ്. പക്ഷെ അവരെ ഒരു പ്രായമായിക്കഴിഞ്ഞ് വളർത്തി ഹന്ന കൊണ്ട് ആലയത്തിൽ ഏൽപ്പിച്ചതുപോലെ വിശ്വസ്തയോടെ ദൈവത്തെ തിരിച്ചേൽപ്പിക്കുന്നത് വളരെ ഉചിതമാണ്. അത് ചെയ്തിരിക്കണം. അത് ചെയ്യാൻ വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് ആവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന്. അങ്ങനെ ഇവിടെ സേറ ഇസഹാക്കിനെ കണ്ടു, ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി മൂടുപട ഇടുന്നു, അവൻ്റെ അടുക്കൽ വരുന്നു. 67-ാം വാക്ക്, ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബെക്കയെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി തീർന്നു, അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞു ഈ സമയമായപ്പോഴത്തേക്ക്. അതൊന്നും പ്രശ്നമല്ല അവിടെ. കാരണം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ ഭാര്യയായ റിബെക്കയെ കൊണ്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ അനുഗ്രഹമായൊരു. എന്നാൽ ഇത്ര വലിയ സ്നേഹത്തായിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും ഇസഹാക്കിനപ്പോൾ 40 വയസ്സാണ്. ഇസഹാക്കിന് മക്കളുണ്ടാകുന്നില്ല. ഇവളും മച്ചിയാണോ എന്നുള്ള പേടിയായി. അങ്ങനെ 20 വർഷം കഴിഞ്ഞപ്പം ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗം വായിക്കാം. ഏകദേശം 25-20 അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ വംശ പാരമ്പര്യമായത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദൻ അരാമിലുള്ള അരാമ്യനായ ബെതുവേലിൻ്റെ പുത്രിയും അരാമിനായ ലാബാൻ്റെ സഹോദരിയുമായ റിബെക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബെക്ക ഗർഭം ധരിച്ചു. അങ്ങനെ പ്രാർത്ഥന, അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പുരുഷൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നവരാണോ, അല്ലെങ്കിൽ പുരുഷൻ വിവാഹം കഴിക്കുന്നതിൻ്റെയൊക്കെ പ്രാർത്ഥനയുണ്ടോ, ഭാര്യമാർ പ്രാർത്ഥിക്കുന്നവരാണോ, സത്യദൈവത്തെ അറിയുന്നവരാണോ, ഇതൊക്കെ ചോദിക്കുന്നതിൽ നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഓരോ കമ്മിറ്റ്മെൻ്റ് എടുക്കും. പക്ഷേ നമ്മൾ പുറകെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ മണ്ടത്തരങ്ങൾ ഇവർ വീഴാതിരിക്കാൻ, കർത്താവ് രക്ഷിക്കും അങ്ങനെയൊക്കെ. പക്ഷെ എന്തോ ഒരു കഷ്ടപ്പാടാണ് പേരൻസിനും ആ കുടുംബജീവിതത്തിൽ എന്നറിയാമോ. കർത്താവിൻ്റെ ആത്മാ ഇങ്ങനെ പറഞ്ഞത്, യഹോവ പ്രാർത്ഥന കേട്ടിട്ട് അവൾ ഗർഭം ധരിച്ചു. 2 കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ എന്ത് ചെയ്തു അവൾ? ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. ഉടനെ തന്നെ റിബെക്കായും ദൈവത്തോട് തന്നെ ചോദിക്കാം. യഹോവ പറയാണ്, 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, നിൻ്റെ വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് പിരിയും. ഒരു വംശം മറ്റേ വംശത്തിന് ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. വ്യക്തമായിട്ടും ദൈവം പറഞ്ഞു കൊടുത്തു, നിൻ്റെ ഉദരത്തിൽ 2 ജാതികളാണ് ഉണ്ടാകാൻ പോകുന്നത്. അവസാനം പറഞ്ഞ എന്തുവാണ്? മൂത്തവൻ ഇളയവനെ സേവിക്കും. അങ്ങനെ മക്കളുണ്ടായപ്പോൾ ആദ്യമേ വന്നത് ഏശാവാണ്. ഏശാവിന് ശരീരത്തിൽ രോമമുണ്ടായിരുന്നു, റെഡ് സ്കിന്നായിരുന്നു. എന്നാൽ യാക്കോബിന് ശാന്ത സ്വഭാവമുള്ളവനും രണ്ടാമത് യാക്കോബ് ഏശാവിൻ്റെ കാലെ പിടിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഇതെല്ലാം അവർക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബജീവിതം ഇസഹാക്കും റിബെക്കയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്നാൽ മൂത്ത മകൻ ചെന്നിട്ട് കനാന്യ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. അവർക്ക് വളരെ സങ്കടമാകുന്നു, അവർ ദുഃഖത്തോടെ വേദനിക്കുന്നു. നീ ഇളയ മകനും കൂടെ അങ്ങനെ ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബ് അനുഗ്രഹം വാങ്ങിക്കേണ്ട സമയമാണ്. ഇസഹാക്ക് വിളിക്കുകയാണ്, ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പൻ അനുഗ്രഹിക്കാൻ വിളിക്കുകയാണ്. അപ്പൻ അനുഗ്രഹിക്കാൻ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇളയവനാണ് അനുഗ്രഹം കൊടുക്കേണ്ടത്. പക്ഷേ അപ്പൻ
മൂത്തവനെയാണ് വിളിച്ച് അനുഗ്രഹിക്കുന്നത്. അമ്മ ഒരിക്കൽ പോലും ദൈവം പറഞ്ഞ സത്യം ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. അതിനാൽ ഇസഹാക്കിൻ്റെ മനസ്സിൽ മൂത്തവനാണ് അനുഗ്രഹം. കാരണം ഹുദ സിസ്റ്റം അനുസരിച്ച് മൂത്ത മക്കൾക്കാണ് ഇരട്ടി അവകാശം. എന്ത് സംഭവിച്ചു? അത് കലക്കമായി മാറുകയാണ്. ഭാര്യമാരാകുന്ന നമ്മൾ, അമ്മമാരാകുന്ന നമ്മൾ, ദൈവം ചെയ്തു തരുന്ന ചില ദർശനങ്ങളും ദൈവത്തിൻ്റെ അറിയിപ്പുകളും തക്ക സമയത്ത് ഭർത്താവിനെ അറിയിക്കുകയും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിവരാണ്. അത് ചെയ്യാഞ്ഞതിനാൽ പിന്നെ എന്തുമാത്രം പ്രയാസം ഉണ്ടായി നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അവിടെ വെച്ച് ഇപ്പോൾ നിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കുടുംബജീവിതത്തിലേക്ക് ഓരോ വ്യക്തികൾ കയറുമ്പം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. ഒന്നിൻ്റെ പുറകെ കഷ്ടങ്ങളും ആവശ്യമില്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഇവിടെ റിബേക്കായ്ക്ക് മക്കളില്ല, റിബേക്ക മച്ചിയായിരുന്നു. എന്നാൽ ഇസഹാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ ഒരു 2 മക്കളെ കൊടുക്കുന്നു, 2 ആൺമക്കളെ. അവരുടെ ഉള്ളിൽ പ്രയാസം തോന്നിയിട്ട് റിബേക്കായും ദൈവത്തോട് തന്നെ ചോദിക്കാൻ പോകുന്നു. അപ്പം ദൈവത്തെ അറിയുന്നവരായിരുന്നു, എന്നിട്ടും പ്രയാസം കയറി വരുന്നുണ്ടല്ലോ കർത്താവേ, വളരെ ദുഃഖകരമായ വിധത്തിൽ. എന്നാൽ അവളോട് ദൈവം കുഞ്ഞുങ്ങളെ വയറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയുണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ജീവിച്ചാൽ എങ്ങനെയാണ് ഇവരെന്നും പറഞ്ഞ് ദൈവത്തോട് തന്നെ ചോദിക്കാൻ പോയപ്പം ദൈവം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ജാതിയായിട്ട് മാറും. ഈ മൂത്തവൻ ഇളയവനെ പരിപാലിക്കും. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നാണ് പറയുന്നത് കർത്താവെ. അത് അമ്മ കേട്ടിട്ട് അമ്മ ഒരിക്കൽ പോലും അത് ഭർത്താവിനോട് പറഞ്ഞില്ല. അതിനാൽ ഭവനത്തിൽ പല പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു നല്ല അമ്മയായിട്ടും ഒരു നല്ല ഭാര്യയായിട്ടും പരിശുദ്ധാത്മാവിൻ നിറവിൽ നിന്നുകൊണ്ട് ജീവിപ്പാൻ സ്ത്രീകൾ പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെ ആ വിവേചനമില്ല എങ്കിൽ കുടുംബത്തിൽ പല കലഹങ്ങളും കയറി വരുന്നുണ്ട് കർത്താവെ. അതുകൊണ്ട് ആ വിടവുകളെല്ലാം അടച്ചിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം കേട്ടിട്ട് അതിൽ വിശ്വസിച്ച് ഉറച്ച് അത് ഭർത്താവിനോട് പറയേണ്ടിപ്പം പറഞ്ഞ്, മക്കളോട് പറയേണ്ടിപ്പം പറഞ്ഞ് ശരിയായിട്ട് പഠിപ്പിച്ചെടുക്കാനുള്ള കൃപ തരണമേ. കുടുംബജീവിതം ശരിയാക്കേണ്ടത് ഒരു സ്ത്രീയുടെ കടമയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശക്തിയും ബലവും കൃപയും ദൈവ സാന്നിധ്യവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ, ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അവിടെ നിന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.